ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഫ്രം തുളസി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇങ്ങനൊരു പാത്രത്തിൽ നമ്മളെ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, അത് ഗ്രാമ്പൂ, കറിപ്പട്ട, ബേ ലീഫ്, ഇതൊക്കെ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ ഈസി അല്ലേ. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഞാനിങ്ങനെ കുറച്ച് ബസുമതി റൈസ് കുറച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്യാരറ്റ്, കുഞ്ഞുള്ളിയാണ് എടുത്തത്. പിന്നെ സ്പൈസസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ്, നാടൻ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു കുക്കറിലാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ സ്പൈസസ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി, ക്യാരറ്റും കൂടി ഇട്ടിട്ട് വഴറ്റിയ ശേഷം ചെറിയ രീതിയിൽ നിറം മാറുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഇല്ലയെന്നുണ്ടെങ്കിൽ വിനാഗിരി ആയാലും മതി. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ഞാൻ ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്നതായതുകൊണ്ടാണ് എത്ര അധികം ക്യാരറ്റ് എടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബസുമതി റൈസാണ് ഞാൻ എടുത്തത്. നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ഇടാൻ വേണ്ടി പറ്റും. സോക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടും. വേവും തോറുമാണ് ബിരിയാണിയുടെ ടേസ്റ്റ് കൂടുന്നത്. കുഴഞ്ഞു പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് സെയിം അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം കൂടി എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് പ്രശ്നമാകും. ഒന്നുകിൽ വേവ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ 2 വിസിൽ കഴിഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ വിസിലൊക്കെ പോയ ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉള്ളിയും അതുപോലെ കശുവണ്ടി, കിസ്മിസൊക്കെ വറുത്തിടാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി, സാലഡൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. എനിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ടൈമാണ് ഞാൻ വീണ്ടും അത് ചെയ്തത്. അപ്പം നിങ്ങളത് മറക്കാണ്ട് ശ്രദ്ധിക്കുക. ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.